വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആയുർഫിറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ആയുർഫിറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മെസ്സേജിലേക്ക് ഓഫർ എന്നുള്ള ഒരു മെസ്സേജ് അയക്കുക. ചിലർക്ക് സംശയം ഉണ്ടാവും അല്ലേ, വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്താൽ വെയിറ്റ് കുറയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. 1200 കലോറി വരുന്ന ഒരു ഡയറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റോസ്റ്റഡ് മക്കാനയാണ് കഴിച്ചിട്ടുള്ളത്. മക്കാന എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് സമയമൊന്നുമില്ല, പെട്ടെന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീല് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വെജീസ് ഒക്കെ ചേർത്തിട്ടുള്ള ഓംലെറ്റ് നിങ്ങൾക്ക് കഴിക്കാം. ഹലോ എവരിവൺ, അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ ഫസ്റ്റ് ഡേ ആണ്. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആട്ടോ. നമ്മൾ ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിണി കിടക്കൊന്നുമല്ല. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ 2 നേരം സ്നാക്കിംഗ് ഉണ്ട്, 11 മണിക്കും 5 മണിക്കും. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നല്ലൊരു റെസിപ്പി കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ. ആകെ ഒരു 1200 കലോറി വരുന്ന ഒരു ഡയറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്ടങ്ങളും നിങ്ങളുടെ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാം. പ്രോഗ്രാമിന്റെ പേര് നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയുർഫിറ്റ് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ പങ്കെടുക്കാം. നമ്മുടെ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്, അതിലേക്കൊരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ ടീം അംഗങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടോളൂ. ഈ ആയുർഫിറ്റ് പ്രോഗ്രാമിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും. ഇത്രയും പേരുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, മറ്റു കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസിനായിട്ട് തയ്യാറായില്ലേ? അത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് മെഷർമെന്റ് എടുക്കണം. അപ്പോൾ ഇന്ന് ഡേ 1 നമ്മൾ വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ 56 ആണ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് കാണിക്കാം കേട്ടോ എത്ര വെയിറ്റ് വ്യത്യാസം വന്നു എന്നുള്ളത്. ഇന്ന് ആദ്യത്തെ ദിവസമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നോക്കണം, നമ്മുടെ ഹൈറ്റ് നോക്കണം, പിന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വേസ്റ്റ് സൈസ് നോക്കണം, നമ്മുടെ അരക്കെട്ടിന്റെ വീതി നോക്കുക, ചെസ്റ്റിന്റെ വീതി നോക്കുക, കൈയിന്റെ മെഷർമെന്റ് ഒക്കെ എടുക്കണം. കൈ കാണുന്നുണ്ടോ? കൈയിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ബോണി പ്രോമിനൻസ് ഇവിടെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു ബോണി പ്രോമിനൻസ് ഒരു 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഇവിടെ മെഷർമെന്റ് എടുക്കാൻ. നമുക്ക് അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടും ഈ മെഷർമെന്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ഈ 10 സെന്റിമീറ്റർ മുകളിലല്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയോ ഒക്കെ മെഷർമെന്റ് എടുക്കും. അപ്പൊ നമ്മുടെ അളവ് തെറ്റിപ്പോകും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കൈയിന്റെ അളവ് എടുക്കുമ്പോൾ അത് ഒരു ബോണി പ്രോമിനൻസ് കിട്ടും. അതിൽ ഒരു 10 സെന്റിമീറ്റർ ഒരു പ്രത്യേക അളവിൽ നമ്മുടെ അളവെടുക്കാൻ നോക്കുക. അതുപോലെ തൈസിന്റെ ഒക്കെ അളവെടുക്കണം. ചിത്രത്തിൽ കാണുന്ന മെഷർമെന്റുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. എല്ലാ മെഷർമെന്റുകളും നമുക്ക് ഒന്നുകിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ നമുക്ക് ഇതൊന്ന് വാല്യുവേറ്റ് ചെയ്യേണ്ടതുണ്ട്, കുറയുന്നുണ്ടോ കൂടുകയാണോ എന്നുള്ളതൊക്കെ. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മെഷർമെന്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി മെഷർമെന്റ് ടേപ്പ് എടുത്തിട്ട്, ടേപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആ ടേപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അളക്കാം. അടുത്തത് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വെക്കാം. മുന്നിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയുള്ള ഫോട്ടോ എടുത്ത് വെക്കാം. ഈ ഫോട്ടോയും നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മാസം കൊണ്ട് നമുക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമ്മൾ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ അതേ റുട്ടീന് പിന്നെയും ഫോളോ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതും മെഷർമെന്റ് എടുക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. നമ്മൾ ഇനി ഓരോ ഭക്ഷണവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ എന്താ കഴിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്താന്ന് പറയാം കേട്ടോ. ക്വിനോവ ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്വിനോവ എന്താന്നുള്ളത് നമ്മൾ ഇതിന്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മില്ലറ്റ് ആണത്. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാ ഈ ക്വിനോവയുടെ മലയാള പേര് എന്താന്നുള്ളത്. പക്ഷെ മലയാള പേരും ക്വിനോവ തന്നെയാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റാണ് ഈ കാണിക്കുന്നത്. അതിൽ ക്വിനോവയുടെ പേരും മലയാളത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ ക്വിനോവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അത് നന്നായിട്ട് കഴുകണം. അതിൽ സാപ്പോണിൻ എന്നൊരു ഘടകമുണ്ട്.
നല്ലോണം കഴുകിയിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് റിൻസ് ചെയ്ത് കളയുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ക്ലിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കിൻവ ദോശയ്ക്കുള്ള കിൻവ റെഡിയാക്കി വെക്കുന്നത്. അത് നമ്മളൊരു 5 മണിക്കൂർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഇന്ന് വീട്ടിൽ എല്ലാവർക്കും കിൻവ ദോശയല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ കിൻവ ദോശ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന് അവർക്ക് വേണ്ടിയിട്ടൊന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് നോർമൽ ദോശയും നമുക്ക് വേണ്ടിയിട്ട് കിൻവ ദോശയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർക്ക് ഉണ്ടാക്കിയ മാവിലേക്ക് കുറച്ച് ഈ കിൻവ നമ്മൾ കുതിർക്കാൻ വെച്ചതില്ലേ, അത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽത്തി ആവും. സാധാ ദോശയല്ല നമ്മൾ കഴിക്കുന്ന കിൻവ ദോശയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അത് വെയിറ്റ് ലോസിന് സഹായിക്കുകയും ചെയ്യും. കിൻവ ആവുമ്പോൾ അത് നമ്മുടെ കാലറി ഇൻടേക്ക് കുറവായിരിക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നോർമൽ ദോശയിലേക്ക് ഈ കിൻവ ദോശയുടെ മാവ് ചേർത്തിട്ട് ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ. എപ്പോഴും നമുക്ക് കിൻവ ദോശ കിൻവ മാത്രമായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത്. പച്ചരിക്ക് പകരം കിൻവ എടുക്കുക. പക്ഷെ പ്രാക്ടിക്കലി എപ്പോഴും നമുക്ക് നടന്നോളുന്നില്ല. അപ്പൊ ഇങ്ങനെ സാധാരണ ദോശയിലേക്ക് കുറച്ച് കിൻവ ചേർത്താലും മതി. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഒരു 7:30-ക്കൊക്കെയാണ് നമ്മൾ ഈ കിൻവ ദോശ കഴിച്ചത്. 2 ദോശയെ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നല്ല സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. 2 ദോശയൊക്കെ കഴിച്ചിട്ടും വിശപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സാമ്പാറിന്റെ കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ വിളമ്പാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ കഴിക്കുക. അത് കൂടുതലായിട്ട് കഴിക്കുക. ദോശയുടെ അളവ് കൂട്ടാതിരിക്കുക. 2 ദോശയാണ് കഴിക്കേണ്ടത്. ഇനി നമുക്ക് 10-11 മണിക്ക് ആ ഒരു ടൈമിൽ എന്താ കഴിക്കുമെന്ന് നോക്കാം. എല്ലാവർക്കും 10 മണിക്ക് 11 മണിക്ക് കഴിച്ചിട്ട് ശീലം ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എനിക്ക് ഒരു 7:30-ക്കൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ അത് കഴിഞ്ഞ് 11 മണിയൊക്കെ ആകുമ്പോഴേക്കും കുറേ സമയം OP-യിൽ ഇരിക്കുമ്പോൾ ഒരു ക്ഷീണമൊക്കെ തോന്നും. കുറച്ച് എന്തെങ്കിലും മധുരം കിട്ടിയാൽ നല്ലതാന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ ഒരു എനർജി കുറവുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും സ്നാക്ക് കൈ കരുതാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഒരു 11 മണി ആയപ്പോൾ ഒരു ചെറിയ സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. 100 ഗ്രാം ആപ്പിൾ എന്ന് പറയുന്നത് വലിയ കാലറി ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എനർജി ഡൗൺ ആയി എന്നൊക്കെ തോന്നുമ്പോൾ ആ ഒരു ആപ്പിളൊക്കെ കഴിച്ചാൽ നമുക്ക് നല്ല ഉന്മേഷമൊക്കെ തോന്നും. നമ്മുടെ വെയിറ്റ് ലോസിന്റെ കാര്യം പ്രശ്നമൊന്നും ആവില്ല. പിന്നെ ചിലർക്ക് ഈ മധുരത്തിനോടൊരു ക്രേവിംഗ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഡയറ്റ് എടുക്കുമ്പോൾ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ആപ്പിളൊക്കെ കഴിച്ചാൽ അത് മാറിക്കിട്ടും. ആ ക്രേവിങ്സ് ഒക്കെ കുറയും. അപ്പോൾ നമ്മുടെ 11 മണിക്കുള്ള സ്നാക്കിങ് കഴിഞ്ഞു. അടുത്തത് ലഞ്ചാണ്. ഒരുപാട് വെജീസ് ഒക്കെ ചേർത്തിട്ടുള്ള 2 ഓംലെറ്റ്സ് ആണ് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം അല്ലെ ഈ ഓംലെറ്റ് എന്നുള്ളത്. അപ്പോൾ കാലറി വളരെ കുറവായിരിക്കും. നിങ്ങൾക്കറിയാലേ, അത് നല്ലൊരു പ്രോട്ടീൻ ആണ്. മുട്ട കഴിച്ചവർക്കറിയാം അത് നമുക്കൊരു വയറ് ഫില്ലിംഗ് ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും. കുറേ സമയത്തേക്ക് നമുക്ക് വിശക്കുക പോലും ഇല്ല. മുട്ടയുടെ ഗുണങ്ങൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത്രയും നല്ല പ്രോട്ടീൻ ആണ്. മുട്ട ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ നല്ല പച്ചക്കറികളും കൂടി കൂടുമ്പോൾ അത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ്. അപ്പൊ നമുക്ക് സമയമൊന്നുമില്ല, പെട്ടെന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വെജീസ് ഒക്കെ ചേർത്തിട്ടുള്ള ഓംലെറ്റ് നിങ്ങൾക്ക് കഴിക്കാം. 2 എണ്ണം കഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ വൈകുന്നേരമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സ്നാക്കിങ്സ് എന്തെങ്കിലും കഴിക്കാറുണ്ട്. ഡയറ്റാന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ചായക്ക് പകരം ഗ്രീൻ ടീ കഴിക്കാം. ഗ്രീൻ ടീ നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരാളാണ്. കുറച്ച് കയ്പൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് കഴിക്കാൻ പറ്റും. അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നമ്മുടെ റോസ്റ്റഡ് മക്കാനയാണ് കഴിച്ചിട്ടുള്ളത്. മക്കാന എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പോൾ കിട്ടുന്നാത്തൊരു താമരവിത്താണ്. അതൊരു 30 ഗ്രാമൊക്കെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ ഒരു ഗ്രീൻ ടീയും കൂടി കഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ കഴിച്ചു. നേരത്തെ കഴിക്കുന്നതിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും 7:30-യുടെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം. 7:00-ക്ക് ശേഷം ഡിന്നർ കഴിക്കരുത്. അപ്പോൾ
ഡിന്നറിന് ചിക്കൻ സൂപ്പാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പായിട്ട് പറയാം. അത് നിങ്ങൾ ഒരു ബൗളാണ് കഴിക്കേണ്ടത്. അളവ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പറയാൻ മറന്നൊരു കാര്യം എന്നുള്ളത്, ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് നമ്മൾ ലഞ്ചിന് മുന്നേയും അതുപോലെ ഡിന്നറിന് മുന്നേയും അരമണിക്കൂർ ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തത് കഴിക്കണം. ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, എന്നിട്ട് അത് കഴിക്കണം. നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തലേന്ന് ആദ്യം കഴിച്ച അത്ര എമൗണ്ടിൽ കഴിക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന് മലബന്ധമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചിയ സീഡ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അത് നിങ്ങളുടെ മലബന്ധമൊക്കെ ഇല്ലാതാക്കാനും വയറ് ഫില്ലായ പോലെ തോന്നാനും നമ്മുടെ ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാൻ ചിയ സീഡ്സ് സഹായിക്കുന്നുണ്ട്. ചിയ സീഡ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം വെള്ളത്തിന്റെ കാര്യമാണ്. 1 കിലോ 25 കിലോ ഉള്ള ആള് 1 ലിറ്റർ വെള്ളം, അങ്ങനെയാണെങ്കിൽ 50 കിലോ ഉണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം, 75 കിലോ ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം. അങ്ങനെ വെള്ളത്തിന്റെ അളവ് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് വെള്ളം കുടിക്കണം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വർക്കൗട്ടും ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പലർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, മെഷർമെന്റ് ഒക്കെ എടുക്കാമെന്ന് തോന്നുന്നു അല്ലേ, എത്ര കഴിച്ചു എന്നുള്ളതൊക്കെ അത് അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഈ വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് തോന്നി. നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കാണിച്ചു തന്നിട്ട് അത് എങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബാക്കി എന്തെങ്കിലും ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.